दृष्टि से देख सकता हूँ कि तुम्हारे पति के आत्मा को मोक्ष नहीं मिला है। वो आज भी गंगा के तट पर अलेने हिंदी लंदों अलई रहा। दृष्टि से देख सकता हूँ कि तुम्हारे पति ഞാൻ പൊട്ടെന്ന് പറഞ്ഞിരുന്ന് കരയുന്നില്ലേ, ആ അവസ്ഥ കുറെ പേർക്ക് ഉണ്ടാവും അല്ലേ. അപ്പോ നമ്മളെ പ്ലസ് ടുന്റെ ലാസ്റ്റ് ഉള്ള ടൂറില്ലേ, അതിന് പോകുമ്പോട്ട ക്ലാസ് ഇത് എന്താ പറയാ. അപ്പോ ഈ ഒരു ചെറിയൊരു ബുക്കാണ് നമ്മളെ ഹിന്ദി പഠിക്കേണ്ട ബുക്ക്. ജസ്റ്റ് ഇതാണ് എൻ്റെ വിൻഡോയിലൂടെയുള്ളൊരു കാഴ്ച. എക്സാക്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയാ, ഇൻട്രോ വെച്ചിട്ട് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏതാ നാളാ നമ്മളെ എക്സാം എന്ന്? ഈതാ അലൈറഹാഹു അവളെ ഹിന്ദിയാടാ. നാളെ ഹിന്ദി എക്സാമാ. അപ്പം ഞാന് ലാംഗ്വേജ് ഹിന്ദി സെലക്ട് ചെയ്തത് എനിക്കെന്തോ ഹിന്ദി ഈസി ആയിട്ട് തോന്നി. കാരണം ഞാൻ അറബിക്ക് എന്താ പറയാ, അപ്പോ അറബി ഈസി എന്ന് കേട്ടു. എനിക്ക് അറിയില്ല, നിങ്ങൾ അറബിക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് പറയണേ, അറബിക്ക ഈസി അതോ ഹിന്ദിയാന്ന്. അപ്പൊ ഇതാണ് നമ്മളെ മൈക്ക് സ്റ്റാൻഡ്. ഓക്കെ, സെറ്റ്. അപ്പോ ഞാന് ഹിന്ദി സെലക്ട് ചെയ്യാൻ കാരണം എന്താ പറയാ, ഞാന് നമ്മളെ SLC-ല് പഠിക്കുമ്പോ എല്ലാം അറബി സെലക്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു ഏകദേശം 7-ാം ക്ലാസ് വരെ ഏറ്റവും അറബി ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോ പഠിച്ചത് പറഞ്ഞാൽ അറബിക്ക് എടുത്തത്. അപ്പൊ പിന്നെ 8, 9, 10 ഞാന് ഹിന്ദിന്റെ ആളാ. ഹിന്ദി സെലക്ട് ചെയ്തിനേനു. അപ്പൊ ഹിന്ദി പിന്നെ അവിടെ എല്ലാം 10 പഠിച്ചോണ്ട് പിന്നെ മുന്നോട്ട് +1 എത്തിയപ്പോ ഹിന്ദി തന്നെ എടുത്ത്. അപ്പോ അനക്കെന്തോ. അപ്പൊ സംസ്കൃതോ ഏതാ നിങ്ങളെ ലാംഗ്വേജ് ജസ്റ്റ് പറഞ്ഞാ മതി. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇന്നപ്പോ ഹിന്ദിയാണ്. എന്റെ ഹിന്ദിന്റെ ബുക്ക് നിങ്ങൾ കണ്ടിനാ? ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. അപ്പോ ഈ ഒരു ചെറിയൊരു ബുക്കാണ് നമ്മളെ ഹിന്ദി പഠിക്കേണ്ട ബുക്ക്. എന്താ അറിയില്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം വെച്ച് നോക്കുമ്പോ ഈ ഹിന്ദിയിലെ ലാംഗ്വേജ് സബ്ജക്ട് ഇംഗ്ലീഷ് കുഴപ്പമില്ല, നല്ലതല്ല. +2 എത്തുമ്പോ ഇല്ലേ, ഫിസിക്സും കെമിസ്ട്രിയും വേറെ ഏതോ ലെവലിൽ എത്തിയ പോലെ തോന്നിയത്. 10 വരെ ഉള്ള പോലെയല്ല. അപ്പോ ഇന്ന് സ്റ്റഡിയുള്ള അതൊന്നും ഞാൻ പറയുന്നില്ല. എന്താ പറയാ, ഹിന്ദി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങള് അതുപോലെ ഇന്നത്തെ ദിവസം നടന്നല്ല ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റാൽ ഇതാണ് എന്താ പറയാ ജനലിലൂടെയുള്ള വ്യൂ. ഒരു ഗ്രാമപ്രദേശത്താണ് മൈ ഹൗസ്. ഞങ്ങൾക്ക് ഇവിടെ ദൂരെ ഒരാളെല്ലാം കാണാം. ഒരു അദ്ദേഹത്തെ ഇവിടെ കുറെ പശുക്കൾ നിന്നതാ. നമ്മളെ എന്താ പറയാ ഇങ്ങനെ മെയ്യാൻ വിട്ടതാ. ഇന്നലെ രാവിലെ കണ്ടുകൊണ്ട് എണീറ്റ്. ഏതായാലും ഇന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. കാരണം നമ്മള് എന്താ പറയാ ഇന്നലെ കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വന്ന ക്ഷീണത്തിലുണ്ടായ. അപ്പോ നല്ല അടിപൊളി ക്ഷീണത്തിലുള്ളത്. അപ്പൊ നല്ലോണം ഇന്നലെ ഉറങ്ങി. ഏകദേശം ഇപ്പോ 9 മണിക്കാണ് എണീറ്റത്. ഇന്ന് ലേറ്റ് ആയിട്ട് കുറച്ച്. 9 മണി ലേറ്റ് ഒന്നല്ല, എന്നാലും 11 മണിക്ക് എണീക്കുന്നതിനേക്കാൾ നല്ലതാ 9 മണി. അപ്പൊ 9 മണിക്ക് എണീറ്റത്. അപ്പോ എണീറ്റപ്പോഴുള്ള ദൃശ്യമാണ് ഞാൻ ഇപ്പൊ എന്താ പറയാ, ഈ വയലും ഇതെല്ലാം നല്ല ശാന്തമായ അന്തരീക്ഷം വീടും. ലാംഗ്വേജ് എക്സാമിന്റെ മുന്നേറ്റ ദിവസം പറയുമ്പോ എന്തോ ഒരു ഫ്രീ ഉള്ള പോലെയാ. ഫിസിക്സും കെമിസ്ട്രിക്കും നമ്മളെല്ലാം ജോബ് വർക്ക് ചെയ്യുന്ന പോലെ എന്തോന്നറിയില്ല. ലാംഗ്വേജ് എക്സാമിൽ എന്തോ ഒരു സമാധാന. ഇംഗ്ലീഷും ഇങ്ങനെ തന്നെ അങ്ങനെ തോന്നിയ. നിങ്ങൾക്ക് ഇങ്ങനെയാ ഇപ്പൊ ഇന്നത്തെ ദിവസം എന്തെല്ലാണ് പരിപാടികൾ? ഞാൻ ആരുടെയല്ല ലൈവാണ്. കാരണം നമ്മളെ എക്സാമിനൊരു സൈലം ഇല്ലേ, അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയാ, ഇതില് രണ്ടിലും ഏറ്റവും ഇഷ്ടമുള്ള ആള് മെയിൻ ആയിട്ടില്ല. എനിക്ക് രണ്ട് എന്താ പറയാ എക്സാമിനറും അലക്സാറിനെ ഭയങ്കര ഇഷ്ടാ. അതുപോലെ നമ്മളെ സൈലത്തിൽ നിങ്ങൾക്ക് അറിയാലോ കുറെ ഫാക്കൽറ്റീസ് ഇല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ 10 വരെ പഠിച്ചാല് നിങ്ങൾക്ക് ഷാഹിദ് റംസാൻ സാർ. നിങ്ങൾക്ക് ഷാഹിദ് റംസാൻ സാറിന് അറിയില്ല? സാർ തെറ്റാ. എന്താ പറയാ മാത്സ് എല്ലാം പൊളിയാ. പിന്നെ നമ്മളെ നിതിൻ സാറില്ലേ, നിതിൻ തങ്കമേ സാറിന്റെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഇവര് എന്താ മെയിൻ ആയിട്ട് എനിക്ക് സൈലത്തിൽ ഇഷ്ടമുള്ള ആൾക്കാർ വരാം. അടിപൊളിയാ. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ വയലും മറ്റേതെല്ലാം ജസ്റ്റ് ഇതാണ് എൻ്റെ വിൻഡോയിലൂടെയുള്ളൊരു കാഴ്ച. എക്സാക്ട് നമ്മളെന്താ പറയുക, നല്ല അടിപൊളി പ്രകൃതി ഭംഗി.
നമ്മളെ രാത്രി എക്സാമിന് ഞാൻ പൊട്ടെന്ന് പറഞ്ഞിരുന്ന് കരയുന്നില്ലേ, ആ അവസ്ഥ കുറേ പേർക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, കുറേ പേർക്ക് മനസ്സിലായി. എനിക്ക് നല്ല വിഷമമായി രാത്രി ഇരുന്ന് ഞാൻ കരഞ്ഞ്. കെമിസ്ട്രി നല്ല ടഫാ, ഫുള്ള് ഓർഗാനിക് ഒന്നും തീർക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അത് കുറേ പേർ കത്തി. അടിപൊളി. അപ്പോൾ ലാസ്റ്റ് വീഡിയോസ് നല്ല റെസ്പോൺസ് ആയിട്ടാ. വീഡിയോയിലല്ലേ കുറേ കമൻറ്റ് വന്നിനേനു. അപ്പോൾ അതിലെല്ലാം പറയുന്നത് എന്താ പറയുക, +1 കുട്ടികളും അതുപോലെ കുറേ ആൾ +1 ആൾക്കാരെല്ലാം കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചിനെ. എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഞാൻ എന്താ പറയുക, കുറേ ഡൗട്ടില്ലേ ഓരോ കമൻറ്റിലെല്ലാം ചോദിച്ചാൽ റിപ്ലൈ തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. സെറ്റ്. +2 ടൂറില്ലേ, അതിന് പോകുമ്പോൾ ഇട്ട ക്ലാസ്സാണ്. നമ്മളെ +2 ലാസ്റ്റ് ടൂറില്ലേ, അതിന് പോകുമ്പോൾ ഇട്ട ക്ലാസ് ഇത്. അപ്പോൾ എന്താ പറയാ, ഇത് ആലോചിക്കുമ്പോൾ ഒരു കൂടെ ഞാൻ പയാന മ്യൂസിയത്തില്ലേ മൈസൂരുള്ള അവിടെല്ലാം പോയിനെ. അപ്പോൾ അതെല്ലാം ഓർമ്മ വരും. നല്ലടാ, ലാസ്റ്റ് കൊല്ലല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ +2 നല്ല രസേനു, കുഴപ്പമില്ല. ഇങ്ങനെ ടൂറെല്ലാം അടിപൊളിയേനു. മൈസൂർ ഊട്ടി നല്ല തണുപ്പത്ത്. ഞാനതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിനേനു. നല്ല രസമില്ല ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീട്ടിൽ നിന്നില്ലേ ഏകദേശം അടുത്ത കൊല്ലം നമ്മളെ വീട് മാറാൻ പോകുന്ന. അപ്പോൾ ഈ വ്യൂ എല്ലാം പിന്നെ കിട്ടുമോ? പിന്നെ എനിക്ക് ഏകദേശം 17-18 വയസ്സായി. അപ്പോൾ ചെറുപ്പത്തിലെ ഈ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് മാറാൻ പോകുന്ന ഞാൻ. എന്താ പറയുക, നമ്മൾ ഹിന്ദീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മോഡൽ എക്സാമിന് വേണ്ടി കുറേയെല്ലാം പഠിച്ചിനെ. അറിയില്ല പബ്ലിക് എക്സാം ടഫാവുമെന്ന്. നമ്മളെ ഹിന്ദീൻ്റെ സൈലത്തിലുള്ള സാറുള്ളതുകൊണ്ട് ഭയങ്കര ഈസി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഒരു നല്ലോണം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദി ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാ പറയണേ. കുറേ നേരം ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണ്ടേ, എഡിറ്റ് ചെയ്യാൻ ടൈമില്ലടാ. നല്ല വീഡിയോസ് എല്ലാം നമുക്ക് എക്സാമിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എടുക്കാം. സെറ്റ്. അപ്പോൾ ശരി, ബായ്.